എന്താന്നറിയില്ല. അസാനുവിന്റെ ഉറക്ക് ഇപ്പളും ശരിയായിട്ടില്ല ട്ടോ. ഒരു മാസായി ഓൻ എന്നെ രാത്രി കെടുത്തി ഉറക്കിയിട്ട്. അതുകൊണ്ടാന്നറിയില്ല ഇന്ന് രാവിലെ എനിക്ക് ഭയങ്കര തലമിന്നലും ഛർദിയായിരുന്നു. ഇമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇമ്മ മരുന്നിന് പോയിട്ടുണ്ടായിരുന്നു ട്ടോ വൈദ്യശാലയിലേക്ക്. ഞാൻ രാവിലെ എണീച്ച് ചോറും തീമട്ട് ചോറൊക്കെ ഉണ്ടാക്കി വെച്ച് പാത്രം കഴുകി വെച്ച് നേരെ അൽമാസിലേക്ക് പോയി കുറച്ച് സാധനങ്ങളും വാങ്ങി ഡോക്ടറും കാണിച്ച് തിരിച്ച് വന്നപ്പോൾ 12 മണിയായി. പിന്നെ ഒന്ന് കിടന്നുറങ്ങി നീച്ച് പോത്തിന് 3:45. അതിന്റെ ശേഷം പിന്നെ വേഗം ചായ ഉണ്ടാക്കാന്ന് വിചാരിച്ച് ചായ അടുപ്പത്ത് വെച്ചു. അല്ലുമോന് ഏകദേശം 4:30 ആകുമ്പോത്തിന് സ്കൂൾ വിട്ട് വരും. അപ്പോൾ ഓനക്ക് മാഗി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഞാൻ സൂപ്പർ മാർക്കറ്റ് കയറിയിരുന്നു. അപ്പോൾ വാങ്ങിയതാണ് ട്ടോ ഈ മാഗി. ഇത് വേറെ ഏതോ ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്തൊരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഉണ്ടാക്കാൻ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഗുളികയും കാര്യങ്ങളൊക്കെ കുടിച്ചു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തലവേദനക്കും കുറവുണ്ട്. അപ്പോൾ അല്ലുമ്മ വരുമ്പോത്തിന് വേഗം സ്പെഷ്യലായിട്ട് അത് ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് ഓനെ പോയി കൊണ്ടുവരണം. ഒക്കെ പണി തന്നെയാണ്. അങ്ങനെ ഇത് ഉണ്ടാക്കി വെക്കുന്ന ഇടയിൽ ഓൻ്റെ വണ്ടി വരാനായിക്കണം. അപ്പോൾ അത് വേഗം മൂടി വെച്ചുകൊണ്ട് ഓനെ കൊണ്ടുവരാണ് കേട്ടോ. അപ്പോൾ ഓൻ ചോദിക്കുന്നുണ്ട് എന്നോട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോയെന്നൊക്കെ. അപ്പം ഞാൻ ഓൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് സർപ്രൈസ് ആയിട്ട് ഞാനൊരു സാധനം ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ വേഗം പെരീക്കെത്തി ഓനെ കുളിച്ച് വൃത്തിയാക്കി അകത്തേക്കൊക്കെ കയറ്റി ഈ സാധനം കൊടുത്തപ്പോൾ ഓക്കെയാണ്. ഓനക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കണം. അവസാനം ഒരു സാധനം ഇഷ്ടാവില്ല. പക്ഷേ ഈ മാഗി എന്തോ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കണം. അത്യാവശ്യം കുറച്ച് തിന്നുന്നുണ്ട് കേട്ടോ ആള്. ഞാൻ കുറച്ച് അധികം എടുത്തിരുന്നു. അത് ഫുള്ളും എനിക്ക് കൊടുത്തിട്ടില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ തിരുമ്പാനുള്ളത് മെഷീനിലിട്ട് 3 ദിവസത്തിന് ശേഷം ട്ടോ തിരുമ്പണത്. ഇതിൻ്റെ വാഷിംഗ് മെഷീൻ ഏകദേശം 11 കിലോ വരെ ഉള്ളത് കൊണ്ട് ഞാൻ കഴിച്ചിലായി. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. നാളെ നമുക്കിവിടെ മൂല്യന്മാരെ ചിലവാണ്. അതുകൊണ്ട് തന്നെ കുറച്ചധികം സാധനങ്ങൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സാധനങ്ങളുണ്ട്. ഒന്ന് ഈ സ്വീറ്റ് കോൺ ട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2 പാനിപൂരിൻ്റെ കിറ്റ്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എന്തായാലും ഇടും. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ അത് വീഡിയോ എടുക്കാനും ഉണ്ടാക്കാനും എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അങ്ങനെ അതൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കവറിൽ നിന്ന് എല്ലാം എടുത്ത് പുറത്തെടുത്തു. പച്ചക്കറിയും കാര്യങ്ങളും ഉണ്ട്. അതല്ലാതെ പലചരക്കും ഉണ്ട്. എല്ലാം ഉണ്ട്. പച്ചക്കറിക്കൊക്കെ ഇപ്പോൾ എന്ത് വിലയെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ കുഞ്ഞുമോൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നോക്കി വാങ്ങിക്കോ നോക്കി വാങ്ങിക്കോ എന്ന് എന്നോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഫ്രിഡ്ജ് തുറക്കാൻ വേണ്ടി പോയി. ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് ഞാൻ കണ്ടത് ഫ്രിഡ്ജിൻ്റെ ഒരു കോലം. അപ്പം ഞാൻ അതേപോലെ തന്നെ ആ പച്ചക്കറി സാധനങ്ങളൊക്കെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ട് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി നിന്നു. വൈകുന്നേരം ഏകദേശം 5 മണിയാണ് ഇപ്പം നേരം. കുഴപ്പമില്ല, ഏതായാലും എല്ലാം നേരം വൈകിയില്ല. എന്നാൽ പിന്നെ ഇന്ന് ഫ്രിഡ്ജും കൂടി ഒന്ന് ക്ലീൻ ആക്കാൻ വിചാരിച്ചു. എന്നിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലത്തതൊക്കെ പുറത്തേക്ക് വലിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തോന്നി വലിച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന്. പിന്നെ സാരമില്ല. പിന്നെ ഫ്രിഡ്ജൊക്കെ വെക്കാനുള്ളതും മറ്റേ സാധനങ്ങളും സ്റ്റോർ റൂമൊക്കെ വെക്കാനുള്ളതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെച്ചു. ഇതിൻ്റെ ഇടയിൽ നാളെ നമുക്ക് മൂല്യന്മാർക്ക് പട്ടാണിക്കടലിൻ്റെ കറിയാണ്. അത് ഞാൻ വെള്ളത്തിലിട്ട് അങ്ങോട്ട് വെച്ചുട്ടാ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഫ്രിഡ്ജൊക്കെ നേരാക്കി വെച്ച് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഒരു സമാധാനം. അത്രേ ഉള്ളൂ.